മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്താണ് വീട് കേശു നടന്നു വരുമ്പോ അവിടെ നില്ല എവിടെ നില്ല എവിടെ പോടി എവിടെ പ്രശ്നം എന്താ നീ ഉദ്ദേശിക്കണേ? വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് പടവലക്തോ നെയ്യാറ്റിങ്കിലോ പോകാനാണെന്ന്. ഇപ്പൊ എന്റെ വീട് അപ്പുറത്തെ ലൈനില്ല. അത് തന്നെ കോമൺ സെൻസ് പോയി. എന്ത് കോമൺ സെൻസ്? നമ്മൾ ഈ ഒളിച്ച് താമസിക്കുമ്പോ അഥവാ ഒളിവി പോകുമ്പോ എല്ലാരും വിചാരിക്കും നമ്മൾ ദൂരെ എവിടെങ്കിലും ആയിരിക്കും മാറി നിൽക്കണേന്ന്. അപ്പൊ നമ്മൾ വീടിന്റെ തൊട്ടടുത്ത് തന്നെ മാറി നിൽക്കുന്ന ആരും പ്രതീക്ഷിക്കില്ല. അതാണ് ഒളിവി താമസിക്കുന്നതിന്റെ ബുദ്ധി. കോമൺ സെൻസ്. ഇത് ഒളിവി താമസിക്കുമ്പോ മിനിമം ഇത്രയെങ്കിലും വേണം. ഒളിവി താമസിക്കേ? തനിക്ക് ഇതിന്റെ സീരിയസ്നെസ് കറക്റ്റ് വൃത്തി അങ്ങോട്ട് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണ് താനി പറഞ്ഞോണ്ടിരിക്കണേ. തനിക്കിപ്പോ 18 വയസ്സ് തികഞ്ഞല്ലോ. അതിന് എനിക്ക് 21 വയസ്സ് തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്റെ ഡാഡി കൊണ്ടുപോയി കേസ് കൊടുക്കും. അതായത് എനിക്ക് 21 വയസ്സ് തികയാത്തത് കൊണ്ടും തനിക്ക് 18 വയസ്സ് തികഞ്ഞത് കൊണ്ടും തന്നെ എന്റെ വീട്ടുകാർ പിടിച്ച് വീട്ടുതടങ്കലിൽ വെച്ചേക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേര് കൊണ്ടുപോയി കേസ് കൊടുത്താ ഞാനകത്താവും, എന്റെ കുടുംബക്കാർ മൊത്തം അകത്താവും. കുറച്ച് വർഷം മുമ്പാണെങ്കിൽ ഞാൻ വല്ല ജൂനിയറിലെ പോകത്തുള്ളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നേരെ മെയിനിൽ ചെന്ന് കയറി കൊടുക്കും. നമുക്കതുകൊണ്ട് രാത്രി വരെ ഇവിടെ നിൽക്കാം. രാത്രി കഴിഞ്ഞ് രാത്രി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മുമ്പ് എല്ലാത്തിനും തീരുമാനമാവും. ഇപ്പൊ തന്നെ തന്റെ ഡാഡി പോലീസും പട്ടാളമായിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ചെന്നിപ്പുണ്ടാവും. അല്ല, പക്ഷെ ഇത് ആരുടെ വീട്? ഇത് നമ്മുടെ ബാസിയുടെ വീട്. ഏത്? എന്റെ ഡാഡിയെ തരിക തെമ്മാടിയുടെ വീടോ? ഞാൻ എന്തിനു ഓടി? അല്ല, അപ്പൊ ബാസ്യങ്ങളുടെ വീടല്ലേ ഇത്? ബാസ്യങ്ങള് വീട്ടിലില്ലായിരുന്നാ? ഞാൻ വീട്ടിലില്ലായിരുന്നു. ഇവിടെ തണ്ടാൻ പോയിട്ട് എവിടെ പോയിട്ട് പറഞ്ഞു? ഞാൻ ഇവിടെ വൈറ്റിലല്ലേ ഭിക്ഷക്കാരെ സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് പറഞ്ഞടാ. ബാസ്യങ്ങളുടെ ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെ പിടിച്ചൊക്കെ കൗണ്ടറാക്കി തിരിച്ചടിക്കും. കൊച്ചു കള്ളായി തെമ്മാടി തെണ്ടി, ഇനി വേറെ ഒന്നുമില്ലടാ ബാക്കി വിളിക്കേ. നമ്മൾ തമ്മിൽ എങ്ങനെയാണ് ബാസ്യങ്ങളെ? ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയുന്നില്ലേ. അങ്കിൾ ഇതൊക്കെ കാര്യമായിട്ട് എടുക്കണോ? അങ്കിളെ, ഇത് മെർലിൻ. മെർലിൻ എനിക്കറിയാല്ല, ഡാഡിയെ പ്രത്യേകിച്ച് നന്നായിട്ട് അറിയാല്ല. അതെനിക്കറിയാം, ഞാൻ അതല്ലേ പറഞ്ഞേ. നമ്മളെ അങ്കിൾ 5 മിനിറ്റ് സംസാരിക്കും മെർലിന്റെ അടുത്ത്. സംസാരിക്കാൻ 5 മിനിറ്റ് മെർലിന്റെ അടുത്ത്. എന്തിനു സംസാരിക്കാം? നീ കാര്യം പറയണേ അങ്ങോട്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ സംസാരിക്കുമ്പോൾ അങ്കിളിന്റെ കാര്യം ഇങ്ങനെ പറയെങ്കിലേ. അങ്കിള് നമ്മുടെ വീടിന്റെ ഒരു അവിഭാജ്യ ഘടകമാണല്ലോ. അല്ല അങ്കിളെ, പറയണ കേട്ടിട്ടോ, നമ്മള് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്കിളുടെ കാര്യം സംസാരിക്കും. ഇന്നലെ നമ്മൾ അങ്കിളുടെ കാര്യം സംസാരിച്ചില്ലേ? സംസാരിച്ച് നമ്മൾ അങ്കിളുടെ കാര്യം ഇന്നലെ സംസാരിച്ചല്ലേ? അപ്പൊ ഞാനിങ്ങനെ അങ്കിളുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അങ്കിളുടെ ശരിക്കുള്ള സ്വഭാവം എന്തായിരുന്നു മെർലിന് മനസ്സിലായത്. അപ്പോ കേട്ട് കഴിഞ്ഞു ഉടനെ എനിക്ക് ബാസ്യങ്ങളെ കാണണം, അയ്യോ എനിക്ക് ബാസ്യങ്ങളുടെ വീട്ടിൽ പോണം, ബാസ്യങ്ങളെ കാണണം, ബാസ്യങ്ങളെ പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞോണ്ട് പൊന്നെ അങ്കിളെ. മക്കളെ കേശു, നിന്റെ അച്ഛൻ ഉണ്ടല്ലോ ഉടായിപ്പ് ബാലു, അവന്റെ കൂട്ടുകാരനാണ് ഞാൻ. അതുകൊണ്ട് നീ എന്നെ ഒരുപാടങ്ങ് പൊക്കല്ലേ. വാ കേറി വാ രണ്ടും. ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ നിന്നപ്പോ നിങ്ങള് പട്ടാളം, പോലീസ്, കോടതി, ജുവനൈൽ ഹോം, ജയിൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. ഞാൻ കേട്ടല്ലേ, ഞാൻ അവിടെ നിൽക്കല്ലായിരുന്ന? കേട്ടോ? മൊത്തം കേട്ടോ? കുറച്ചൊക്കെ കേട്ട്, ഇതൊക്കെ കേട്ട്. പട്ടാളം, പോലീസ്, എന്താണ് പ്രശ്നം? സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്കിളെ, ഇവിടെ മെർലിന്റെ ഫാദർ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണല്ലോ. ഒബിയസ്ലി ഒരുപാട് ശത്രുക്കളൊക്കെ കാണും. അപ്പോ അങ്ങനെ ശത്രുക്കളിൽ നിന്ന് അങ്ങനെ അടിയിടി, വഴക്ക്, പ്രശ്നങ്ങള്, കേസ്, പട്ടാളം, പോലീസൊക്കെ ആവശ്യമായിട്ടൊക്കെ വരുമല്ലോ. ഞാൻ വേറെ ഉള്ള കാര്യം പറയാം. അങ്ങനെ ശത്രുക്കളെ ഉണ്ടാക്കാനും വഴി കൂടെ പോണ ആടി ഇറന്ന് വാങ്ങിക്കാനും കാരണമാണ്. പക്ഷെ ആട് സ്ട്രൈറ്റ് ആണ്. വാ എന്തിനു വരി, ചൂട് വെളിയില്.
അങ്ങനെ ചൊറിഞ്ഞ വർത്താനം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. നമുക്കിപ്പോ ഉള്ള ഒരേ ഒരു പിടിവള്ളിയാണത്. നീ ആ വള്ളി വെട്ടി തള്ളല്, അതീ പിടിച്ചൊന്ന് കേറി പൊക്കോട്ട് കേട്ടാ. ഒരു വള്ളിയാണെന്ന് എനിക്കും അറിയാം, പക്ഷെ സഹിച്ചേ പറ്റൂ. വാ. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം നെഞ്ചിൽ പ്രേമം നൽകി, പ്രേമം ചുണ്ടിൽ രാഗം നൽകി, രാഗം മൂളാനീണം നൽകി, ഈണം നെയ്യും മീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം കൊട്ടി താളക്കൊമ്പത്തു ഞാലാടി പാടൂ നിർത്തണുണ്ടാ നീ? എന്തേ? നിനക്കൊരു ടെൻഷൻ ഇല്ല കൊച്ചെ? ഇത്ര കൂളായിട്ടിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കണ നീ എന്താ? നീ ഇങ്ങോട്ട് ചോദിച്ചു വന്നേ. നീ ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിരിക്കേ. നീ ഇവിടെ വന്നിരിക്കേ, നമുക്ക് ആടാം, നല്ല രസമുണ്ട്. എന്താടാ ജയിച്ചു വരുന്നുണ്ടോ? ഇതൊക്കെ ഏത് പിള്ളേർ ഇവിടെ നലമ്പുണ്ടാക്കണേ? ഒക്കെ ഏതാണോ എന്തോ. എന്റെ അച്ഛൻ പറഞ്ഞോട്ടായിരിക്കൂ പിള്ളേരെ. നാട് മൊത്തം സ്പൈ എന്നാണല്ലോ പറയണേ. ഞാൻ ഒരു കാര്യം പറയാം. ലോല അങ്കിളുണ്ടല്ലോ, ഓരോരോ കാര്യം പറഞ്ഞോണ്ട് വരും. 10 9 വള്ളിയായിരിക്കും. എല്ലാം ചിരിച്ചോണ്ട് ഇങ്ങനെ ഒറ്റ എക്സ്പ്രഷൻ, വേറൊന്നും വേണ്ട. ഒരു വള്ളിയിലും കയറി പിടിച്ചോളി, പിന്നെ കൊണ്ടാൻ കയറുമെങ്കിൽ. എന്താടാ വിറയ്ക്കുന്ന? അങ്കിൾ അങ്ങനെ ജ്യൂസ് കുടി. എന്താങ്കിളെ വിറയ്ക്കണേ? കുടിയടാ ജ്യൂസ് എടുത്ത്. ഓ, നിങ്ങള് വമ്പ സെറ്റപ്പ് തന്നെയല്ലേ അങ്കിളെ? എന്തേ പാങ്ങളെ വീട്ടിൽ ജ്യൂസ് ഉണ്ടാക്കിക്കൂടെ? എവിടെ? ആര്? ഏയ് പാവങ്ങളെന്ന് പറഞ്ഞ അവരോട് ഇവിടെ അഭ്യാസം കാണിക്കാണ്. കുടിയുടെ അങ്ങോട്ട്. ഈ വാതിലാണ് അടച്ചത്. നീങ്ങിരി നീങ്ങിരി കുറച്ച്. ഓ, എനിക്കറിയാം നിങ്ങൾക്ക് പ്രായപൂർത്തിയായവരെയാണ്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം അറിയാം. ഈ പ്രായം കഴിഞ്ഞാലേ നമ്മളിവിടെ എത്തിയത്. പക്ഷേ മെർലിന്റെ അച്ഛൻ അറവല പോലെ നിൽക്കുകയാണ്. എന്തോന്ന്? അല്ല, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഭാവിയിൽ ഒരുമിക്കാന്ന് വിചാരിക്കുമല്ലോ. അതിന് പുള്ളിക്കാരെ സമ്മതിക്കൂല. അതിനൊരിക്കലും സമ്മതിക്കില്ല, അത് ഉറപ്പാണ്. പുള്ളിക്കാരൻ അതാണ് ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരെ കടിച്ചു കയറാൻ നിൽക്കുകയാണ്. അപ്പൊ നടക്കൂല അത്. നിങ്ങള് ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഈ കുട്ടി ഇനി ഈ കുട്ടിയുടെ വീട്ടിലോട്ട് തിരിച്ചു പോണില്ല എന്നാണ് പറയണത്. ഇതാണ് എന്തിനാ ഇവിടെ വിളിച്ചോണ്ടുന്നത്? എന്താണ് കാണിക്കുന്നത്? ഞാൻ നിന്റെ കൂട്ടുകാരനല്ല, നിന്റെ അച്ഛന്റെ കൂട്ടുകാരാണ് കാശു. നീ ഇതെന്റെ അടുത്ത് ചെയ്യാൻ പാടില്ലായിരുന്നു. നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ ആരും ഇല്ലാത്തവരാണ്. നീ അത് മനസ്സിലാക്കണ്ടേ? അല്ലെ കൊച്ചു മനസ്സിലാക്കണ്ടേ? ഇതെന്തിനാ ഇത്? അല്ലേ നമ്മൾ ഈ നീ പറയണ്ട. എനിക്കെങ്ങനെ അറിയാം? എനിക്കെങ്ങനെ അറിയാം? നോക്കടാ. ഓ, ഞാൻ പോയി നോക്കാം. ഇതാരൊക്കെ വന്നേക്കണേ നോക്കി യേശു. ഹായ്. അമ്മൂമ്മേ സംഘവും അയ്യോ എന്താടാ അമ്മൂമ്മേ സംഘവും? നിങ്ങളൊക്കെ എന്തിനാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? അവിടെ വേറെ വേലയും കൂലിയൊന്നും ഇല്ലായിരുന്നോ? അല്ല, നീ എന്തോ ഇങ്ങനെ വല്ലാണ്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നേ? കുന്തം വിഴുങ്ങിയിട്ട് നിൽക്കണം മാമി. ഞാൻ രാവിലെ കഴിച്ച് അങ്ങ് പ്രാവച്ചമ്പലത്ത് പോകാൻ നിൽക്കായിരുന്നു. പിന്നെ വിചാരിച്ചു ഉച്ച കഴിഞ്ഞ് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് പിള്ളേർ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഇപ്പൊ വന്ന നന്നായി. ഞാൻ ഇപ്പൊ പോവും, ഉടനെ പോവും. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോവും. എവിടെ പോവില്ല അങ്കിൾ, എവിടെ പോകണം? അങ്കിൾ എവിടെ നിൽക്കും? അങ്കിളെ എവിടെ പോവാൻ? നമുക്ക് ഇവിടെ നിൽക്കാം അങ്കിൾ. നമുക്ക് ഫുൾ അടിച്ചൊക്കെ പൊളിച്ചിട്ട് പോവാം. എന്തായാലും ഇപ്പൊ ഞങ്ങളും കൂടെ വന്നല്ലോ. അത് തന്നെ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ. ഇപ്പൊ ഉടനെ നിനക്ക് അങ്ങോട്ട് പോണോ? ആരെങ്കിലും വന്ന് അടിച്ച് പൊളിക്കും. അയ്യടാ ചക്കര പാനി ചിക്കുരു ചൂളു. എന്നാ മക്കള് കുടി. എവളാണ് മിടുക്കി. അടുത്ത ആൾ എവളാണ്. മാമിയേ. എന്തോന്ന് മാമീന്ന്? ഒന്നുമില്ല മാമി. അല്ല, നീ വല്ലാണ്ട് വീർക്കുന്നുണ്ടല്ലോ. എന്താ അങ്കിളെ? ഭയങ്കര വേർപ്പ് ഒരുമാതിരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. എന്തോ മാമി? അതെനിക്കെങ്ങനെ അറിയാം? എന്നോട് ചോദിച്ചാ. ബാസ്യങ്ങള് കഴിക്കാൻ എന്താ ഉള്ള വിശക്കും? വന്നപ്പോ മുതലേ ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നല്ല വിശപ്പുണ്ട്. എന്താ ഉള്ളേ? ഇവിടെ ഒന്നുമില്ല. വേണമെങ്കിൽ എന്നെ കറി വെച്ച് തിന്നോ. அப்படினா കറി ചിന്നാൻ പോണോ? அது இல்ல கேசு, நான் போய் கட்டன் சாய போடுறேன். പോട്. ഇവിടെ നിന്ന് ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോ.
ഇതെന്തരടേ എവിടെ അടുക്കള ഉണ്ടാകും കയറി പോണം ഇതെന്തൊരു അടുക്കള പോകുമോ? എനിക്കറിഞ്ഞൂടാ, ഞാനും അതന്നെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും ഇരി 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 കേശു ഇരി. എവിടെ അടുക്കള പോയാ? കനകം അടുക്കളയില് ഇരി, ഇരി. അമ്മാവി ഒന്നുമില്ല. ഓ ഇരിക്കട്ടാ. കനകം ഇരി 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 മക്കളെ. അയ്യോ അമ്മ കനകം. അങ്ങളെ ഓ അങ്ങനല്ല, അവിടെ അവിടെ ഇല്ലടാ അവിടെ നിങ്ങളില്ല. നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരിപരി കൊള്ളുന്നേ? ഒന്നുമില്ല അമ്മൂമ്മ, ഞാനൊരു കൊണ്ടില്ല, ഞാൻ ഇങ്ങനെ കുളിക്കോ? ചേച്ചി എന്താ ഉദ്ദേശം? എന്താ ശേഷം? മോനെ കേശു, ചേച്ചി ഒരു കാര്യം പറയട്ടെ. ഈ കാര്യം മോൻ തന്നെ ഡീൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചേച്ചി ഇതിന്ന് ഒഴിവാകുക. കൊള്ളാം ചേച്ചി, ഇത്രയും കാലവും ഉള്ള എല്ലാ കാര്യത്തിനും എന്റെ ഈ കൂടെ നിന്നിട്ട് കുതികാലം വിട്ടണല്ലേ ചേച്ചി? എടാ എടാ എടാ, എനിക്കൊരു കുടുംബം ഉണ്ടടാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഴിപ്പുള്ളത്തേക്ക് പോവും. നല്ല ഐഡിയ. കുഴപ്പമുള്ളത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് മെല്ലനെ കൊണ്ട് അങ്ങോട്ട് പോയാലേ? എങ്ങോട്ട്? കുഴപ്പമുള്ളത്തോട്ട്. സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർക്കാൻ നിൽക്കുന്ന അനിയാ. നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടോടാ? മനസാക്ഷിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം പോയി. ചേച്ചി, ഈ ഞാൻ നാട് വിട്ടല്ലേ? അപ്പൊ മെർലിനാ? മെർലിൻ നല്ല ഇവിടെ നിൽക്കട്ടെ. ഇവിടെ നിങ്ങളൊക്കെ ഇല്ലേ, നിങ്ങളൊക്കെ നാത്തൂനും ആയില്ലേ? അപ്പൊ നിങ്ങളങ്ങ് ഒത്തങ്ങ് പോ, ഞാൻ പൊക്കോളാം. ഞാൻ പോ. കേശു, ചേച്ചി ഒരു കാര്യം പറയാം. നിന്റെ പ്രായം വളരെ ചെറുതാണ്. എടാ, നീ ആവശ്യത്തെ വള്ളി കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നിന്റെ ഭാവി എന്താ? അവിടെ നിന്റെ പഠിത്തം പോവില്ല. നീ അവസാനം വല്ല ജയിലും കിടക്കേണ്ട വരും. ആ മെറിലടങ്ങി നിനക്ക് കിട്ടുപോയില്ല. അല്ലെങ്കിൽ തന്നെ അതിനെ കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. അതിനങ്ങനെ കെട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നിന്റെ ജീവിതം പോയി. എന്ത് കേച്ചിന്ന്? എടാ, അതിനൊന്നും വീട്ടിൽ അതിനെ വിടുന്ന കാര്യമല്ലേ പറഞ്ഞേ? ആ ശരിയാണല്ലോ. ആഹാ, നിങ്ങൾ ഇവിടെ വന്ന് നിക്കുക. നിങ്ങൾ വന്ന ഞാൻ കണ്ടില്ലല്ലോ. ഓ, കാണാതെ വന്ന് നിന്നായിരിക്കും അല്ലേ? അല്ല, എന്തായി? എന്തായെന്ന് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താ? മൂത്തൊരാളോട് നിക്കല്ലേ, ചേച്ചി നിൽക്കില്ല. അപ്പൊ ഞാൻ അങ്ങനെ പറയണ, ചേച്ചി എല്ലാ പ്ലാൻ ചെയ്തില്ലേ ചേച്ചി? മെറിലിനെ കൊണ്ട് വീട്ടിൽ വിടുവല്ലേ ചേച്ചി? ഞാൻ ഇപ്പൊ വീട്ടിൽ വിടും. വീട്ടിൽ വിടൂലേ? കൊണ്ട് വിടുവല്ലേ ഇപ്പം? വീട്ടിനകത്തേക്കൊന്നും ആക്കി തരാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ആ ഗേറ്റ് വരെ ഒന്ന് ആക്കി തരാം. ഗേറ്റ് വരെ ആക്കി തരാന്ന്. മെറിലിനെ ഇപ്പൊ തന്നെ കൊണ്ട് ഗേറ്റ് വരെ ആക്കി തരാം. പോവല്ലേ? ഡാഡി ഇവിടെ നിപ്പുണ്ടാവും. ഞാൻ പോവില്ല. മെറിലിനെ മാർക്കടാ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ചെയ്തത് എടുത്തു ചാട്ടമാണ്. അതിന് ഈ ലച്ചു കൂട്ട് നിക്കില്ല. ഓ, ലച്ചു ചേച്ചി നൈസായിട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയാണല്ലേ? ഞങ്ങള് രണ്ടുപേരും ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ലച്ചു ചേച്ചിയാ. ഞാനാ? അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ അതിന്റെ കാരണക്കാരി ചേച്ചിയാന്ന് ഞാൻ ആര് ചോദിച്ചാലും പറയുള്ളൂ. അതവിടെ നിക്കട്ട്. മാറ്. താൻ പറഞ്ഞപ്പോ എന്താ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാലെന്നാ? തീരുമാനിച്ചെന്നാ? എന്താ തീരുമാനം? എന്തോന്ന് തീരുമാനം? എന്താ തീരുമാനോടി? അടുത്ത നിങ്ങളുടെ 3 പേരുടെ പ്ലാൻ എന്താന്ന്? 3 ഇല്ല, ഈ 2 ഉള്ളു. മൂന്നാമത്തെ ആള് കട്ട്. ചേച്ചി, ഇവരെ കൺട്രോൾ ചെയ്യാനും അനുഗ്രഹിക്കാനും മൂത്തെന്ന നിലയിൽ ചേച്ചി മാത്രമേ ഉള്ളൂ. രണ്ടുപേരും നല്ല ടെൻഷനിലാ ചേച്ചി. ടെൻഷനില്ല? ആര് ടെൻഷനില്ലെന്ന്? ചേട്ടാ, ഇപ്പോഴാണ് ധൈര്യം കാണിക്കേണ്ടത്. കൊച്ചെന്തൊക്കെയാണ് ഈ പറയണേ? മെർലിനെ, ചേച്ചിയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം. അമ്മയുടെ സ്ഥാനത്ത് അമ്മ എങ്ങനെ അറിയാൻ അവിടെ ഇട്ട് തല്ലിക്കൊല്ലും. എന്താണ് ഈ കൊച്ചു കാണിക്കണേ? അനുഗ്രഹിച്ച കൂടെ വന്നപ്പോ തന്നെ നാത്തൂനെന്ന് പറഞ്ഞ തലയിലല്ലേ വെച്ചേ കൂടെ. രണ്ടു കഴിഞ്ഞിട്ട് എന്റെ തലയൊക്കെ കറങ്ങണ്. എന്തെങ്കിലും ഡീൽ ചെയ്തിട്ടാ ഞാൻ അകത്തെങ്ങാനും കാണും.
എന്റെ ലൈഫ് ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി എല്ലാ കാര്യങ്ങളും നിനക്ക് തീരുമാനിക്കാം. ഇങ്ങനത്തെ വർത്താനൊന്നും പറയല്ല കേട്ടാ. തോന്നിയ ദിവസം കാണിക്കല്ലോ. കേശുവിന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല. ഹായ് കലിപ്പന്റെ കാന്താരി. കാല പറഞ്ഞ തറടിക്ക് പോറ്റാ. சுகர் டீ பவுடர் எல்லாம் எனக்கு தெரிஞ்சது எங்க இருக்குன்னு. இது நல்லது தானே? കൊള്ളൂല്ലാത്ത വിഷം. இந்த டீ பவுடரும் நல்லது தானே? എടുത്ത് അങ്ങ് പോകും. என்ன വാസ്യങ്ങളെ ആ ലച്ചുവേ കട്ടൻ ചായ കുടിച്ചോണ്ട് പോകാൻ നോക്ക്. എന്തോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കുന്ന? അല്ല പിന്നെ നിങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നതാ? ആ ബെസ്റ്റ്. ഇതാണ് നിങ്ങൾ പറഞ്ഞ ഭാസ്യങ്ങള്. നീയല്ലേ പറഞ്ഞ എല്ലാ പ്രശ്നത്തിനും ഭാസ്യങ്ങൾ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ വീട്ടിലെല്ലാം നോക്കുന്ന ഭാസ്യങ്ങളാണ്, നിങ്ങളുടെ കുടുംബത്തിനോട് ജീവൻ ത്യജിക്കാൻ റെഡിയാന്നൊക്കെ പറഞ്ഞിട്ട്. ജീവൻ ത്യജിക്കാന്നാ? ഇതൊക്കെ ഞാൻ എപ്പ പറഞ്ഞടാ? എപ്പ പറഞ്ഞല്ലോ, ഇഷ്ടംപോലെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങള് നേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താന്നറിയാ? ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വരുമ്പം ഫ്രണ്ടിൽ ഇടിച്ചു കയറി അവരെ വരട്ടാൻ വേണ്ടി പറയണത്. അതൊക്കെ നീ എങ്ങനെ എഴുതിയെടുത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നു ഞാൻ വിചാരിച്ച. ഭാസ്യങ്ങളെ ഉള്ളത് പറയാലോ, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും നല്ലത് വന്നാലും ദോഷം വന്നാലും ഭാസ്യങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. പഴയ മുജ്ജന്മ ബന്ധം പോലെ. കേശുവേ, നീ എന്തൊട്ട് ഇവിടെ ജീവിക്കാൻ പോണേ? ആ ഒരു കാര്യം ചെയ്യ്, ക്യാഷ് ഇവിടെ ജീവിച്ചോ. വാടക ചീട്ട് നിന്റെ പേര് എഴുതാ. ഞാൻ ഈ വീട് മാറണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങളിവിടെ ജീവിച്ചോ. മിണ്ടാരി ഭാസ്യങ്ങളെ, ചേച്ചിയൊരു കാര്യം സീരിയസ് ആയിട്ട് പറയുന്ന കേട്ടില്ലേ അതിന്റെ ഇടയില്? അത് തന്നെ മിണ്ടായി ഭാസ്യങ്ങളെ. മെർലിനെ, കേശു, നിങ്ങൾ എന്റെ കാല് തൊട്ടല്ല അനുഗ്രഹം മേടിക്കണ്ടേ. ദേ ഈ നിൽക്കുന്ന മനുഷ്യനില്ലേ, ഈ മനുഷ്യന്റെ കാല് തൊട്ട് വേണം അനുഗ്രഹം മേടിക്കാൻ. ചേച്ചി താൻ നൈസിലേ ഉള്ള എല്ലാ കാര്യം കൂടെ ഭാസ്യങ്ങളുടെ തലക്കെട്ട് മുങ്ങാൻ നോക്കുകയാണ്. നാളെ ഒരു ദിവസം ഭാസ്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭാസ്യങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് നിന്റെ അടുത്ത് പറഞ്ഞതാര്? ആരാ? ഭാസ്യങ്ങള്. ആ ഭാസ്യങ്ങള്. ഇങ്ങനെയാണെങ്കിൽ എന്റെ കർമ്മ ഉടൻ ചെയ്യേണ്ടി വരും. ഒന്നാമത് ഈ കൊച്ചിന്റെ ഡാഡി വിൻസെന്റ് തോമസ് എന്നെ നോക്കി വെച്ചിരിക്കുകയാണ്. മെർലിനെ, ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ജീവിതം, നിങ്ങൾ രണ്ടുപേരുടെയും കുടുംബം. ലച്ചു നിങ്ങളുടെ കുടുംബം വെച്ചാൽ ലച്ചുവിന്റെ കുടുംബം കൂടെ അല്ലേ അത്? ലച്ചു ഒന്ന് മാറി കളിക്കണം ലച്ചു. പറയട്ടെ, പറഞ്ഞു തോല. എല്ലാം കണക്കിലാക്കിയിട്ട് മെർലിൻ ഒന്ന് വീട്ടിൽ പോണം. വീട്ടിൽ പോണം. വീട്ടിൽ പോ. ஆமா மெர்லின், இப்ப நீ வீட்ல போ. அப்புறம் அங்க ஏதா பிரச்சனைனா நாளைக்கு மறுபடியும் இங்க வா. இப்ப நீ പോ. പറയണേ? നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഫാനിലോ അല്ലെങ്കിൽ മുറ്റത്തുള്ള മാവിലോ ഞാൻ കെട്ടി തൂങ്ങി ചാവും. സത്യം. ഇവിടെ എന്തിനു കെട്ടി തൂങ്ങി ചാവണത്? തന്റെ വീട്ടിൽ ഫാനില്ലേ? തന്റെ വീട്ടിലെ മുറ്റത്തെ മരമില്ലേ? അവിടെ പോയി തൂങ്ങി ചാവണത് എന്തൊരു കഷ്ടം. എന്താടാ ആരെ കരഞ്ഞേ? അങ്കിള് എന്താ കട്ടൻ ചായ കിട്ടില്ലയോ? കടഞ്ഞായി, ഫിംഗർ ഫ്രൈ ആയി. എന്താടാ കാര്യം പറ. കൈ എടുത്ത് തിളച്ച വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ കൈ കൊള്ളൂലേ? കണക്കായി പോയി. മാമിയേ, ഇത് കണ്ടോ അമ്മൂമ്മേ? ഈ കേശു എന്നോട് പോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ കൊച്ചിനോട് അങ്ങനെ പറയരുതെന്ന്. അവക്ക് ഇഷ്ടമുള്ളപ്പോ പോട്ടടാ. മോളെ അവിടെ ചെല്ലുമ്പോഴേ വിശാൽ തോമസ് മോളോട് പോവാൻ പറയുവാണെങ്കിൽ മോളിങ്ങി പോര്, നമുക്കങ്ങ് പടവലത്ത് പോവാം. ഇത് മിക്കവാറും പടവലത്തന്നെ കൊണ്ടുപോവേണ്ടി വരും. എന്താടാ പൊത്തിലിരിക്കും തക്ഷകനെ പെടലിയിലെടു തണിഞ്ഞേ പെട്ട് വലഞ്ഞേ നട്ടം തിരിഞ്ഞേ. യെസ് പ്ലീസ്, മോസ്റ്റ് വെൽക്കം. നീ അടുക്കള ഭാഗത്ത് നിന്നല്ലേ, നീ എങ്ങനെ ഇവിടെ എത്തിയേ? ഞാന് അടുക്കള ഭാഗത്തുനിന്ന് നടന്നിങ്ങോട്ട് എത്തി. നൈസില് അവിടെ നിന്ന് വലിഞ്ഞ് വരാന്ത ഭാഗത്തോട്ട് വന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി മുങ്ങുള്ള പ്ലാൻ. ഇവിടുന്ന് നൈസിൽ നമ്മുടെ വീട്ടിൽ ചെല്ലുന്ന, അവിടുന്ന് ബാഗൊക്കെ പാക്ക് ചെയ്യണ പോണ്. എടാ കുഴപ്പമുള്ളത്തോട്ടോ, അതല്ലേ പ്ലാന്? എടാ ഈ കേസിൽ നീയോ പെട്ട്, എന്തിനാണാ വെറുതെ എന്നെയും കൂടെ പെടുത്തുന്നത്? ഇത് എന്നെ ഒന്ന് രക്ഷിക്കടാ. അയ്യോ രക്ഷിക്കാൻ ഞാൻ എന്നാ പെട്ടോട്ടൊന്നല്ലേ? എടാ നിന്റെ എല്ലാ നല്ല കാര്യത്തിലും ചീത്ത കാര്യത്തിലൊക്കെ കൂട്ടു നിന്നിട്ടില്ലേ? ഓ അത് തന്നെ ഞാൻ പറഞ്ഞത്. നമ്മളെ ഈ മാതൃകാ സഹോദരങ്ങളാണല്ലോ, അതുകൊണ്ട് ചത്താലും ഒരുമിച്ച് ജീവിച്ചാലും ഒരുമിച്ച്, കേട്ടാ? അങ്ങനെ ഇപ്പൊ എന്നെ മാത്രം കളിച്ചു കൊടുത്തിന്റെ മുങ്ങാനുള്ള പരിപാടി വേണം.
വരുന്നടുത്ത് ഫൈനൽ പ്ലാൻ എന്താ? ഫൈനൽ പ്ലാനാ? ഫൈനൽ പ്ലാൻ നമ്മുടെ കുടുംബക്കാരെ കൊണ്ട് ബാണ്ടൊക്കെ കെട്ടി നാട് വിടാൻ പോകുന്നു. ഫൈനൽ പ്ലാൻ എവളാണ് എല്ലാത്തിനും കയറുന്നത് ഇവള്. എന്താ ഇത്? നിങ്ങളൊരു തീരുമാനത്തിൽ എത്തുന്നുണ്ടോ? കണ്ണു തെറ്റി ആങ്ങളെയും പെങ്ങളും കൂടി മുങ്ങാനുള്ള പ്ലാനാ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. സകലത് ഉപേക്ഷിച്ചാ ഞാൻ വന്നത്. നിങ്ങൾ എനിക്കൊരു ജീവിതം തരുന്നുണ്ടോ ഇല്ലയോ? കൊടുക്കടാ, കൊടുക്ക്. ജീവിതം എടുത്ത് കൊടുക്ക് നീ. തന്നെ ഞാൻ സ്നേഹിച്ചു എന്നൊരൊറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. താ അതിനെന്തിനാടോ എന്നെ ഇങ്ങനെ ഈ പഞ്ചാഗ്നി മധ്യത്തിലിട്ട് ചുടുന്നേ? പഞ്ചായനിയാ എന്തേട്ടാ? അതെ, വഞ്ചിക്കുന്നവരൊക്കെ ചൂട് തന്നെ വേണം. അവരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ബ്ലാക്ക് മെയിലിംഗ് ആണോ? അങ്ങനെയാണെങ്കിലേ മെർലിൻ കയറി കളിക്കുന്ന കുടുംബം വേറെയാ. ഞങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങ് അറ്റ സ്നേഹിക്കും. കച്ചറാണെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾ തോപ്പിക്കാൻ വേറെ ഒറ്റ മനുഷ്യരുണ്ടാവല്ലോ. നോക്കിക്കോ. അതുകൊണ്ട് മോളെ പടിയിറങ്ങിക്കേ. ഇറങ്ങ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളാം. കളിക്കുന്ന അത് പോയതല്ലേ, ഗേറ്റ് അടയ്ക്കാൻ പോയതാ. ഇനി നിങ്ങൾ പോകുന്ന എനിക്കൊന്ന് കാണും. നിങ്ങൾ എല്ലാരും ഇനി ആ വീണ്ടകത്ത് ഞാൻ പൂട്ടിയിടും. എന്നിട്ട് ആ ഗ്യാസും തുറന്നിട്ട് എല്ലാത്തിനും ഞാൻ ചുട്ടുകൊല്ലും. ഒരെണ്ണം രക്ഷപ്പെടില്ല. നോക്കിക്കോ. എന്തെന്ന് പറഞ്ഞത്? ഗ്യാസ് തുറന്നുവിട്ട് വീട് ചൂടുന്ന ഇവിടെ വേറെ വീടൊന്നുമില്ല. നിങ്ങൾക്ക് ചൂടായി ഈ വീടേ കിട്ടിയുള്ള എന്തൊരു കഷ്ടോടെ ഇത്. ദേ, നിങ്ങൾ മിണ്ടരുത്. ഇവൻ പാറപടയിൽ ഇറങ്ങിയപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഈ വീട്ടിൽ തന്നെ വരുന്നതെന്ന്. നിങ്ങൾ എന്റെ ഡാഡിയെ തല്ലിയവനല്ലേ? നിങ്ങളെ വെറുതെ വിടില്ല. എന്റെ പൊന്നു കൊച്ചെ, അങ്ങനെ തല്ലുമ്പോ എനിക്ക് അറിഞ്ഞൂടായിരുന്നു അത് നിന്റെ ഡാഡിയാണെന്ന്. ഇതിന്റെ പേര് ഞാൻ തേരാ പാരാ മാപ്പ് പറഞ്ഞു മടുത്ത് എനിക്ക് വയ്യ. മെർലിൻ കൊച്ചേ പ്ലീസ്. നിങ്ങൾ കൂടുതൽ മിണ്ടണ്ട. സ്പെഷ്യൽ ഉണ്ടാക്കി തന്നതാന്ന് നിങ്ങൾ എന്നെ മയക്കി എടുത്തതാ. നിങ്ങൾക്ക് ഇനി മധുരയിൽ പോണല്ലേ? മേലാ നിങ്ങൾ ഇനി ജീവിതത്തിൽ മധുര കാണില്ല. നോക്കിക്കോ. അയ്യോ മധുര മീനാക്ഷി അമ്മ, இந்த பொண்ணு என்னெல்லாம் சொல்லுது? ഇത് സൈക്കോ എന്നാ എനിക്ക് ആദ്യമേ തോന്നിയതാ. എന്റെ പൊന്നു മെർലിനെ ഞാൻ വേണമെങ്കിൽ തന്റെ കാല് പിടിക്കാം. ചതിക്കരുത്. ഒരുപാട് കുടുംബങ്ങളുടെ കാര്യമാണിത്. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഉറപ്പാണോ? ഉറപ്പാ. ആണ്. താൻ ഇവിടുന്ന് പോകുന്നില്ലെന്ന് ഉറപ്പാ? ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണത്തിനെയും കെട്ടിച്ചു വിടാം. എന്ത്? ആദ്യം ഇവന് 21 വയസ്സാവണം. അത് ഇതുവരെ ആയിട്ടില്ല. നിന്നെ പറഞ്ഞിട്ടേന്നാ 3 മാസം. 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവന് 21 വയസ്സാവും. അന്നേരം കെട്ടിച്ചു വിടാ രണ്ടെണ്ണത്തിനെ. അതുവരെ താൻ ഞങ്ങളുടെ വീട്ടിലും ഇവൻ ബാസ്യങ്ങളുടെ വീട്ടിലും നിൽക്കട്ടെ. അച്ഛന്റെ അമ്മയടുത്തൊക്കെ ഞാൻ പറയാൻ സമ്മതിപ്പിച്ചോളാം. ബാസ്യങ്ങൾ നോക്കിയാണോ? ഓക്കെ അല്ല, എന്നാലും ഇനിയിപ്പോ ഇങ്ങനെ പോട്ടു. ഉറപ്പാണോ? ലച്ചു ഒരു വാക്ക് പറഞ്ഞ വാക്കാ. ഉറപ്പാ. എന്താ നിങ്ങളെ കെട്ടൂലേ? കിട്ടും. ഞാൻ അങ്ങനെ ചതിക്കുന്ന കൂട്ടത്തിലുള്ളതൊന്നുമല്ല. ഈ കെട്ടിക്കഴിഞ്ഞുള്ള ചെലവ്. അപ്പൊ കേസൊക്കെ തിരുമണമാ? തിരുമണം കെട്ടിമണം. പിന്നെ ഇവനൊന്ന് കൈ കിട്ടിയിട്ട് വേണം നല്ലോണം ഒന്ന് തിരുമാൻ. മെർലിനെ നിങ്ങളുടെ കാര്യമൊക്കെ സോൾവ് ആയല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ നമുക്ക് വീട്ടിൽ പോവാം? കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ ചിരിക്കുന്നുണ്ട. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ? ഞാൻ നിങ്ങളൊക്കെ പറ്റിച്ചതാ. ഞാൻ അവിടുന്നൊക്കെ ഇറങ്ങി വരുമ്പോ നിങ്ങളുടെയൊക്കെ റിയാക്ഷൻ എന്താന്ന് അറിയാൻ വേണ്ടി ചുമ്മാതെ ഇറക്കിയൊരു നമ്പർ. അത്രേ ഉള്ളൂ. എന്റെ പ്രാങ്ക് ചേച്ചിക്കെങ്കിലും മനസ്സിലാവും ഞാൻ വിചാരിച്ചു. എന്നാലും കഷ്ടമുണ്ടല്ലോ ചേച്ചി. അപ്പൊ മോള് പ്രാങ്ക് ഇറക്കിയതാ? നിനക്ക് ഇനി ഇവിടെ കെട്ടണോ? കെട്ടണോടാ ചേച്ചി. എനിക്ക് കെട്ടണം. ഞാൻ ഇനി കേശവനോട്ട് പോകില്ല. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.